ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്നൊരു ഹൽവ തയ്യാറാക്കിയാലോ, അതും ക്യാരറ്റ് വെച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ക്യാരറ്റ് ഹൽവയുടേതാണ്. കുറഞ്ഞ സമയം കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹൽവ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചാനലിൽ ക്യാരറ്റ് പാൻ കേക്കിൻ്റെ റെസിപ്പിയൊക്കെ ഉണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. എങ്ങനെയാണ് ക്യാരറ്റ് ഹൽവ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 3 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 3 കുറച്ച് വലുതാണ്. ചെറിയ ക്യാരറ്റൊക്കെ ആണെങ്കിൽ 4, 5 എടുക്കാം. ഇനി നമുക്കിതൊന്ന് ജ്യൂസ് അടിക്കണം. അപ്പോൾ ക്യാരറ്റ് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഏകദേശം 1.5 കപ്പ് അളവിൽ ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ജ്യൂസ് അടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, വെള്ളം കുറച്ച് മാത്രമേ എടുക്കാവൂ. നമ്മുടെ ക്യാരറ്റ് അരഞ്ഞു കിട്ടാൻ പാകത്തിൽ മാത്രമേ വെള്ളം ഒഴിക്കാവൂ. കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. ക്യാരറ്റ് ജ്യൂസിലേക്ക് ഇനി കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 1/2 കപ്പ് 8 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. അപ്പോൾ കോൺഫ്ലോർ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുമിച്ച് ചേർക്കണമെന്നില്ല, കുറച്ചായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് തീർത്തും ഓപ്ഷണലാണ്, ചേർക്കണമെന്നൊരു നിർബന്ധമില്ല. ഞാനിവിടെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രം ചേർക്കുന്നതാണ്. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. പാൻ ചൂടായിട്ട് വരുമ്പോൾ 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കൂടെ 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പഞ്ചസാര മെൽട്ടാവട്ടെ. പഞ്ചസാരയൊക്കെ മെൽട്ടായി. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമയം നമുക്ക് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിവിടെ 1 ടീസ്പൂൺ ലെമൺ ജ്യൂസാണ് എടുത്തിട്ടുള്ളത്. ലെമൺ ജ്യൂസ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്യാരറ്റ് കോൺഫ്ലോർ മിക്സ് ഇതിലേക്ക് ഒഴിക്കാം. അപ്പോൾ ക്യാരറ്റ് ജ്യൂസ് ഒഴിക്കുന്നതിന് മുന്നേ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കോൺഫ്ലോർ ഒക്കെ ചേർത്തതല്ലേ, അപ്പോൾ അടിയിൽ ഊറി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി കൈ എടുക്കാതെ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ 2 ഏലക്കായ ചതച്ചത് ചേർത്ത് കൊടുക്കാം. പൊടിയാണെങ്കിൽ ഏലക്കായ പൊടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ചെറുതായിട്ട് കുറുകി വരുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, ലോ ഫ്ലെയിമിലാണ് ഇടേണ്ടത്. അപ്പോൾ ഇനിയും നന്നായിട്ട് കുറുകി വരാനുണ്ട്. നമുക്കിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇങ്ങനെ കുറുക്കി കൊണ്ടുവരുമ്പോൾ ക്യാരറ്റിൽ ചേർത്ത വെള്ളം നന്നായിട്ട് വറ്റിക്കിട്ടും. മാത്രമല്ല ക്യാരറ്റിൻ്റെയും കോൺഫ്ലോറിൻ്റെയൊക്കെ റോ ടേസ്റ്റും മാറിക്കിട്ടും. അപ്പോൾ ഏകദേശം 10 മിനിറ്റ് സമയം എടുത്തിട്ടുണ്ട് ഇതുപോലെ തിക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബദാം ഒന്ന് ചതച്ചിട്ട് ചേർക്കുവാണ്. ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടൊന്നുമില്ല, എല്ലാം ഒരുമിച്ച് തന്നെ ചേർക്കുവാണ്. വേണമെങ്കിൽ കാഷ്നട്ട് ചേർക്കാം, റൈസൻസ് ചേർക്കാം, നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കാം. ഇനി നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരുമിച്ച് തന്നെയാണ് ഒഴിക്കുന്നത്. ചിലരൊക്കെ 3 തവണയായിട്ടൊക്കെ ഒഴിക്കുന്ന കാണാം. അപ്പം ഞാനിവിടെ ഒരുമിച്ച് തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടുകൊണ്ട് നന്നായിട്ട് കൈയെടുക്കാതെ വീണ്ടും ഒരു 5 മിനിറ്റൊക്കെ ഇളക്കി കൊടുക്കാം. നെയ്യ് ഹൽവയിൽ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. മാത്രമല്ല ഹൽവ ഇപ്പോൾ പാനിൽ നിന്ന് നന്നായിട്ട് വിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് കറക്റ്റ് പാകം. നമ്മുടെ ക്യാരറ്റ് ഹൽവ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു കേക്ക് ടീനിൽ കുറച്ച് നെയ്യ് തടവിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ച് ബദാമും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഹൽവ ഈ കേക്ക് ടീനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സ്പൂണ് വെച്ചിട്ടോ സ്പാച്ചുല വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ബൗൾ വെച്ചിട്ടോ നമുക്ക് ഹൽവ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് 1 മണിക്കൂർ ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കണം. 1 മണിക്കൂറിന് ശേഷം മാത്രമേ ഹൽവ കട്ട് ചെയ്യാൻ പാടുള്ളൂ. 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം കട്ട് ചെയ്യുമ്പോഴാണ് കൂടുതൽ എളുപ്പം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്കിനി ഹൽവ കട്ട് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കൂടുതൽ സമയം ഇളക്കി കൊടുക്കേണ്ട ബുദ്ധിമുട്ടൊന്നുമില്ല. കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് ക്യാരറ്റ് ഹൽവ തയ്യാറാക്കിയെടുക്കാം. തയ്യാറാക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻസിൽ കൂടെ എന്നെ അറിയിക്കുകയും വേണം. അപ്പോൾ ഇതുപോലുള്ള റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്